ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ഓഫീസർ മിസ്റ്റർ പ്രേമേന്ദ്രൻ അല്ലേ? അതെ. ആരാണ്? പാർട്ടി പ്രസിഡന്റ് അനന്തംപിള്ളയാണേ. ആ, അനന്തപിള്ള സാറോ? എന്താ സാറേ, ഈ പാവപ്പെട്ടവനൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഈ പാവപ്പെട്ടവനെ കൊണ്ട് ഇപ്പോ എനിക്കൊരു കാര്യമുണ്ട്, ഒരു ഡീൽ. അതിനാ ഞാനിപ്പോ വിളിച്ചത്. ഡീലോ? അതെ, ഡീലായിട്ട് തന്നെ കരുതിയാ മതി. വരുന്ന മാർച്ച് 18-ാം തീയതി SSLC എക്സാം തുടങ്ങുകയല്ലേ. ഒരു ചെറിയ പണിയൊപ്പിക്കാനാ. കാര്യം തുറന്നു പറഞ്ഞോളൂ സാർ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അംബിക വർമ്മയ്ക്കിട്ട് ഒരു ചെറിയ പണിയൊപ്പിക്കാനാ. SSLC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവും. അത് നമ്മൾ മന്ത്രിയുടെ തലയിൽ വെക്കുന്നു. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? അതിന് അംബിക വർമ്മയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആക്കിയത് അനന്തപിള്ള സാറ് തന്നെയല്ലേ? അതൊക്കെ അതെ. ഒന്ന് കാണാതെ മറ്റൊന്ന് അനന്തപിള്ള ചെയ്യാറില്ല. എന്താ സാർ ഉദ്ദേശിക്കുന്നേ? SSLC എക്സാം തുടങ്ങുമ്പോ അംബിക തോൽക്കണം. പരീക്ഷാ പേപ്പറിൽ പണി. എന്തു പറയുന്നു? ഡീൽ സമ്മതമാണെങ്കിൽ ഞാന് അതിന്റെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഫണ്ട് അങ്ങോട്ട് എത്തിക്കാം. കാശ് കിട്ടിയ ആർക്കും കഴിക്കില്ലല്ലോ സാറേ. എന്തായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഓക്കേ, ശരി സാർ. വന്നാട്ടെ. ആരൊക്കെയാ ഇത്? രണ്ടുപേരും ഇരിക്കെ. ആരായിരുന്നു അനന്തപിള്ളെ ഫോണില്? എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന് ഒരു ഉപകാരം ചെയ്യണം, അത് വിളിച്ചു പറയുകയായിരുന്നു. അത്യാവശ്യ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അത് വളരെ നല്ലതാ. പിന്നെ ആ രാജുവും മൃതികയും അവര് പിന്നെ ഒരു ശല്യമാണല്ലോ. അവരാ ബോംബ് സ്ഫോടന കേസേ കുത്തിപ്പൊക്കുവെന്ന ഭീഷണിയാ. ഒന്നും പേടിക്കണ്ട ബേ. കവച കുണ്ടലം അണിഞ്ഞ കർണനെ പോലെ ഞാനും ഒരു മഹാമേരു പോലെ പാർട്ടിയും നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അന്വേഷണം ദീപക്കിന് നേരെ വരില്ല. അതൊക്കെ ഞാൻ ഏറ്റു അംബികെ. ഞാൻ മിനിസ്റ്റർ അല്ലേ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുക. അംബിക ടെൻഷൻ ആവണ്ട, സ്വസ്ഥമായിട്ടിരുന്ന് ഭരണം നടത്തിക്കോ. ദീപക് മോന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ പേടിക്കണ്ട മോനെ. അയ്യോ, എനിക്കൊരു പേടിയില്ല അങ്കിളെ. ദാറ്റ്സ് ഇറ്റ്. അനന്തപിള്ളയെ പോലൊരു ഫ്രണ്ട് ഉണ്ടായതാ എന്റെ ഒരു ഭാഗ്യം. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ യെസ്. പിന്നെ സഹായം ചോദിച്ച ആ സുഹൃത്തിനെ മറക്കാതെ സഹായിക്കണം കേട്ടോ. ഓ അത് പിന്നെ പ്രത്യേകം പറയണോ? അതിനുള്ള ഒരുക്കത്തിലാണ് ഈ ഞാൻ. എന്നാ ശരി. ശരി അങ്കിളെ. ഓക്കെ. അച്ഛനെ നമുക്ക് എങ്ങനെ കിടത്തിരുന്ന മതിയമ്മ? നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. ഇനിയോ?
കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലല്ലേ മോളെ അച്ഛനെ കാണിച്ചേ? ഡോക്ടർമാരുടെ ഒരു പാനലല്ലേ അച്ഛനെ നോക്കിയേ? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അമ്മ. അതാ ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇനി എന്റെ അച്ഛൻ ഒരിക്കലും ഉണരില്ലേ? മോളെ കണ്ണൂർന്ന് നിങ്ങൾ സംസാരിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ. അച്ഛ എഴുന്നേക്ക്. എന്താ കാണിക്കുന്നേ? അച്ഛ എഴുന്നേക്ക്. എനിക്ക് എന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനെ വേണം. അച്ഛ എഴുന്നേക്ക്. അച്ഛ എഴുന്നേക്ക്. എനിക്ക് എന്റെ അച്ഛനെല്ലാം ജീവിക്കണാവില്ല. എഴുന്നേക്ക്. അച്ഛനില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയോ? അച്ഛ എഴുന്നേക്ക്. അച്ഛ പ്ലീസ്. എന്തേ കാണിക്കുന്നേ? വാ. കണ്ണു തുറക്ക് പ്രതാപേട്ട. മോളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്രതാപേട്ട. അവള് പ്രതാപേട്ടന്റെ ചോരയല്ലേ? അവള് ചങ്ക് പൊട്ടി കരയുന്നത് പ്രതാപേട്ടൻ കാണുന്നില്ലേ? എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് ഏട്ട ഉണരണം. ഒന്ന് കണ്ണു തുറക്ക് പ്രതാപേട്ട. രാജു അച്ഛൻ എഴുന്നേക്കുന്നില്ല. രാജു എന്റെ അച്ഛൻ. ഇങ്ങനെ കരയില്ല ഋതു. കരഞ്ഞുകൊണ്ട് മാത്രം ഈ കാര്യത്തിനൊരു പരിഹാരമാവോ? സാർ എഴുന്നേറ്റ് വരൂ. സാറിന്റെ അസുഖം മാറും. അദ്ദേഹം എഴുന്നേറ്റ് വരും. അങ്ങനെ വളരെ കോൺഫിഡന്റോടെ ചിന്തിക്ക്. മനസ്സിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിറയ്ക്ക്. ഒന്നും വരില്ല ഋതു. സാറിന് നമുക്കൊന്നും ഒരാപത്തുണ്ടാവില്ല. ഇപ്പൊ ഉണ്ടായ ആപത്തുകളൊക്കെ മാറ്റിവിടാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കഴിയും. കരയല്ലേ? എന്റെ ഉള്ളിൽ പറയുന്നു, മനസ്സുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവരാ നമ്മള്. ഈ ഇരുട്ടും ഈ രാത്രിയൊക്കെ കടന്നു പോവും വർമ്മ സാറിനെ രക്ഷിക്കാൻ. സാക്ഷാൽ ദൈവം തന്നെ വരും. ഋതു കരയാതെ.